തലശ്ശേരി എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ സിപിഎമ്മിന് പങ്കുണ്ടെന്നും ജനങ്ങൾ ഭീതിയിലാണ് കഴിയുന്നതെന്നും തുറന്നു പറഞ്ഞ യുവതിക്ക് നേരെ ഭീഷണിയെന്ന് പരാതി. ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരിച്ച സീനയ്ക്കെതിരെയാണ് സിപിഎം പ്രവർത്തകർ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. സിപിഎമ്മിന്റെ ബോംബ് രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ചതിനാൽ താൻ ടിപ്പറിന്റെ അടിയിലേക്ക് പോകാനും ബോംബ് പൊട്ടി കൊല്ലപ്പെടാനുമെല്ലാം സാധ്യതയുണ്ടെന്ന വിധത്തിലാണ് സീന മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ പ്രതികരണം വന്നതിനു ശേഷം രാത്രിയോടെയാണ് സിപിഎം പ്രവർത്തകർ സീനയുടെ വീട്ടിലെത്തിയതെന്നാണ് പരാതി. പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പറും മറ്റ് പാർട്ടി പ്രവർത്തകരും അടങ്ങിയ വനിതകളുടെ സംഘമാണ് വീട്ടിലെത്തി സീനയോടും അമ്മയോടും സംസാരിച്ചത്. വ്യക്തമായ തെളിവുകളൊന്നുമില്ലാതെ പാർട്ടിക്കെതിരെ പ്രതികരിക്കരുതെന്ന് പറഞ്ഞ സംഘം മകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അമ്മയോടും ആവശ്യപ്പെട്ടു. ഈ വിവരങ്ങളാണ് സീന പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. തേങ്ങയെടുക്കാൻ പോയപ്പോഴാണ് വേലായുധേട്ടൻ ബോംബ് പൊട്ടി മരിച്ചത്. വയലിൽ പുല്ല് പറിക്കാൻ സ്ത്രീകൾ പോകാറുണ്ട്. അവിടെയും ബോംബ് സൂക്ഷിച്ചാൽ പൊട്ടിത്തെറിക്കില്ലേ? ഇങ്ങനെ പോയാൽ ബോംബ് കണ്ടെത്താൻ യന്ത്രം വേണ്ടിവരും. ആളൊഴിഞ്ഞ വീടുകൾ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളാക്കുകയാണ്. ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ പറയുന്നവരുടെ വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കും. കൊന്നാലും വേണ്ടില്ല, ഇനിയെങ്കിലും സത്യം വിളിച്ചു പറയണം. അതാണിപ്പോൾ എംപിക്ക് മുന്നിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ കാരണം. സീന പോലീസ് അധികൃതർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഈ വിധത്തിലാണ്. സീനയ്ക്ക് നേരെ സിപിഎം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ സീനയുടെ വീടിനെ പോലീസ് സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുമുണ്ട്. അതേസമയം ബോംബ് പൊട്ടി വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ ഉത്തരവാദിത്തം സിപിഎമ്മിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്ന വാദവുമായി സിപിഎം നേതൃത്വവും രംഗത്ത് വന്നു. ആരോപണമുയർത്തിയ സീന കോൺഗ്രസ് കുടുംബാംഗമാണെന്നും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുമാണ് സിപിഎം കേന്ദ്രങ്ങളുടെ വാദം. ചില മാധ്യമങ്ങളടക്കം പ്രചരിപ്പിക്കുന്നത് പോലെ ഇവിടം പാർട്ടി ഗ്രാമമല്ലെന്നും കോൺഗ്രസ് ബിജെപി പ്രവർത്തകർക്ക് മുൻതൂക്കമുള്ള ഇടമാണ് എരഞ്ഞോളിയെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. 70ഓളം വീടുകളുള്ള പ്രദേശത്ത് ഒരൊറ്റ വീട്ടുകാർ മാത്രമാണ് ഇടതുപക്ഷ അനുഭാവികൾ. കോൺഗ്രസ് നേതാവ് പരേതനായ കണ്ണോളി മോഹൻദാസിന്റെ വീട്ടുപറമ്പിലാണ് സ്റ്റീൽ കണ്ടെയ്നർ ബോംബ് സ്ഫോടനമുണ്ടായത്. ഇതിന് സമീപമാണ് കോൺഗ്രസ് ഓഫീസുമുള്ളത്. ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ചാണ് ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ചിലർ സിപിഎമ്മിൽ ആരോപിക്കുന്നത്. സിപിഎം കേന്ദ്രങ്ങൾ നയം വ്യക്തമാക്കുന്നത് ഈ വിധത്തിലാണ്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുന്നുവെങ്കിലും കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ പാപഭാരത്തിൽ നിന്നും മാറി നിൽക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ധാർമ്മികമായി ഒരു അവകാശവുമില്ലെന്ന് പറയാതിരിക്കാനാവില്ല. കണ്ണൂരിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം വിശകലനം ചെയ്യുന്ന ആർക്കും ഇത് ബോധ്യമാവുകയും ചെയ്യും. ചരട് മുറുക്കി കെട്ടിയുണ്ടാക്കുന്ന നാടൻ ബോംബിൽ നിന്നും പൈപ്പ് ബോംബിലും സ്റ്റീൽ ബോംബിലും ടൈമർ ബോംബിലുമെല്ലാം ആ ബോംബ് രാഷ്ട്രീയം എത്തി നിൽക്കുന്നു. എതിരാളിയെ ചിതറിത്തെറിപ്പിച്ച് രാഷ്ട്രീയ വിജയം നേടാനുള്ള വ്യഗ്രതകൾക്കിടയിൽ പലപ്പോഴും ഇരകളായി മാറുന്നത് നിരപരാധികൾ ആണെന്നതാണ് യാഥാർത്ഥ്യം. മുൻകാലങ്ങളിൽ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ബോംബുകളും വടിവാളുകളും സൂക്ഷിച്ചിരുന്നുവെങ്കിലും റെയ്ഡുകൾ ശക്തമായതോടെയാണ് ആ വിധം കാഴ്ചകൾ കുറഞ്ഞു തുടങ്ങിയത്. ആളൊഴിഞ്ഞ പറമ്പുകളിലും ഓടകളിലും ആൾതാമസമില്ലാത്ത വീടുകളിലുമെല്ലാം പാർട്ടി പ്രവർത്തകർ ബോംബുകൾ സൂക്ഷിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. സ്റ്റീൽ ഡബകൾ ബോംബാണെന്നറിയാതെ തുറക്കുമ്പോഴാണ് സ്ഫോടനമുണ്ടാകുന്നത്. ഇപ്പോൾ എരഞ്ഞോളിയിൽ വേലായുധൻ കൊല്ലപ്പെട്ടതും അങ്ങനെയായിരുന്നു. 2 കൊല്ലം മുമ്പാണ് ആക്രി സാധനമെന്ന് കരുതി തുറന്ന പാത്രം പൊട്ടിത്തെറിച്ച് അസം സ്വദേശി ഫസൽ ഹക്കും മകൻ ഷാഹിദ് ഇസ്ലാമും സമാന രീതിയിൽ കൊല്ലപ്പെട്ടത്. ഈ വിധത്തിൽ പരിക്കേറ്റ ഒട്ടേറെ പേർ ബോംബ് രാഷ്ട്രീയത്തിന്റെ ഇരകളായി അംഗഭംഗം വന്ന് ഇന്നും കണ്ണൂരിൽ കഴിയുന്നുണ്ട്. മുഖം നോക്കാത്ത കർശന ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിനാലാണ് ഈ വിധത്തിൽ ബോംബ് സ്ഫോടന കൊലകൾ ഇവിടെ തുടർക്കഥകളാകുന്നത്. ഇപ്പോൾ സീന എന്ന യുവതി പലതും വെട്ടിത്തുറന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ബോംബ് സ്ഫോടനം ചർച്ചയായി മാറിയത്. അല്ലെങ്കിൽ കണ്ണൂരിലെ പതിവ് കാഴ്ചയായി ഇതും കെട്ടടങ്ങിയേനെ. ഈ സംഭവത്തിൽ ഇപ്പോഴും പോലീസ് അധികൃതർ ഇരുട്ടിൽ തപ്പുകയാണ്. എരഞ്ഞോളി സ്ഫോടനത്തിന് ഉത്തരവാദികൾ ആരെന്നും ആരാണ് ബോംബ് നിർമ്മിച്ചതെന്നും ഇനിയും പോലീസ് അധികൃതർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്യധികം ഭീതിയിലാണ് കണ്ണൂരിലെ ജനങ്ങൾ. സ്കൂൾ കുട്ടികൾ കടന്നുപോകുന്ന വഴിയോരങ്ങളിലെ ആക്രികൾ പോലും ഒരുപക്ഷെ ബോംബായിരിക്കാം. ഈ അരക്ഷിതാവസ്ഥയും ഭീതിയും അകറ്റാൻ സർക്കാരിന് വലിയ ബാധ്യതയാണുള്ളത്. അന്യോന്യം കുറ്റം ചാരുകയല്ല, മുഖം നോക്കാതെയുള്ള കർശന നടപടികളാണ് ഇപ്പോൾ അനിവാര്യം. അതുണ്ടാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നതും.